ഹലോ ഗൈസ്, മലയാളം യൂട്യൂബറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഫോട്ടോഗ്രാഫി ടിപ്സുമായിട്ടാണ്. അതായത് ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ബിഗിനർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറിന് യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? നമ്മൾ നേരെ പോയിക്കുക, ഫോൺ നേരെ അടിച്ചിട്ട് ഒരാളുടെ നേരെ നിന്നിട്ടുള്ള ഫോട്ടോസാണ് നമ്മൾ എടുക്കാറ്. പക്ഷേ ആ ഒരു ഫോട്ടോയിൽ ഒരിക്കലും ഒരു വെറൈറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരും. അതായത് നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന ആ സ്ട്രെയിറ്റ് ആംഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് വെറൈറ്റിയും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പല ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ നല്ല ക്രിയേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. A creative use of camera angle is one of the best way to add interest and variety to your photos. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമറ ആംഗിൾസ് നിങ്ങളുടെ ഫോട്ടോസിന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു യൂസ് എ ക്യാമറ, അതായത് നിങ്ങൾക്ക് ഒരു ക്യാമറ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ആംഗിളിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോയ്ക്ക് പ്രത്യേക ഒരു ഭംഗി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാമറ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിലും പല ആംഗിൾസ് സെറ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. All you have to do is move your camera. അതായത് നിങ്ങൾ ക്യാമറ ലെവൽ അല്ലെങ്കിൽ താഴത്തേക്ക് ആക്കുക. അങ്ങനെ പല മൂവ്മെൻറ്റ് എടുത്തുമ്പോൾ ക്യാമറയിൽ വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ക്യാമറയിൽ മൂവ്മെൻറ്റ് വരുമ്പം പല ആംഗിൾസ് നമുക്ക് ലഭിക്കും, വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കും, നല്ല ഭംഗിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെടുത്ത ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. It doesn't matter what kind of lens you are using, what kind of camera you are using, even your smartphone. ഇനി നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറ ആംഗിൾസ് പരിചയപ്പെടുത്തി തരാം. അതായത് നോർമൽ ക്യാമറ ആംഗിൾസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ക്യാമറ ആംഗിൾസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിൽ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു ക്യാമറ ആംഗിളാണ് ബേർഡ് ഐ വ്യൂ എന്ന് പറയും. അതായത് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് നിങ്ങളൊരു വ്യൂ എടുക്കുകയാണ്. അതായത് ടോപ്പിൽ വെച്ച് വ്യൂ എടുക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ആംഗിളായിരിക്കും. ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ആംഗിളാണ്. അധികം ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ സാധാരണ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത്, എല്ലാവർക്കും സ്മാർട്ട് ഫോണും കാര്യങ്ങളുണ്ട്, എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ഓരോരുത്തരും ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാറില്ല. അല്ലെങ്കിൽ ഒരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ട് ഒരാളെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ ആ ഫ്രെയിമിനനുസരിച്ചുള്ള ഫോട്ടോയെ എടുക്കാറുള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മളുടെ ഫ്രെയിം അല്ലെങ്കിൽ അവരെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിർത്തിയതിന് മുമ്പ് നമ്മുടെ ക്യാമറയിലേക്കൂടെ നോക്കുക. ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ടുള്ള പൊസിഷൻ കണ്ടുപിടിച്ച് അവരെ ഒരു പോസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് നിൽക്കും. ഓക്കെ, നമുക്ക് ബേർഡ് ഐ വ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ടോപ്പ് ആംഗിളിൽ നിന്ന് എടുക്കുന്ന ഒരു വ്യൂവിനെയാണ് ബേർഡ് ഐ വ്യൂ. ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ അവിടെ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും എങ്ങനെയാണ് ഈ ഒരു ബേർഡ് ഐ വ്യൂ എന്ന് പറഞ്ഞ ആംഗിൾ ഇരിക്കുന്നതെന്ന്. ഓക്കെ, ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു ഫോട്ടോയിൽ ഒരു ബേബിനെയാണ് ഫോക്കസ് ഇരിക്കുന്നത്. അതും ബേർഡ് ഐ വ്യൂവിലാണ് ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ മേളിൽ നിന്ന് എടുക്കുമ്പോൾ താഴത്തെ സൈഡിലായിട്ട് അവിടെ ബ്ലൂബെറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഒരു കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ഈ ഒരു ഫോട്ടോയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബേർഡ് ഐ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ ഫുഡ് ഫോട്ടോഗ്രാഫിക്കും യൂസ് ചെയ്യാനായിട്ട് വരും. നമ്മൾ ഫുഡിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴും ഈ ഒരു ബേർഡ് ഐ വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഓക്കെ, അടുത്താണ് ഹൈ ആംഗിൾ എന്ന് പറയും. അതായത് ഇതൊരു ബേർഡ് ഐ വ്യൂവിനേക്കാൾ അത്രയും എക്സ്ട്രീമും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഒരു ഹൈ ആംഗിൾ വെച്ചിട്ട് ഒരു ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കുമ്പോഴും നമ്മളെ സാധാരണ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ആ ഒരു ഫോട്ടോയിൽ കാണാനായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇന്ന ഫോട്ടോയ്ക്ക് ഇന്ന ആംഗിൾ വേണമെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഫോട്ടോയ്ക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് വെച്ച് എടുത്തു കഴിഞ്ഞാലാണ് ഫോട്ടോ പറ്റുക. അപ്പോൾ ഇന്ന തരത്തിലുള്ള ഫോട്ടോയ്ക്ക് ഈ ആംഗിൾ ഉപയോഗിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ ഓരോന്ന് നിങ്ങളുടെ കോൺസെപ്റ്റ്, നിങ്ങളുടെ ഐഡിയാസൊക്കെ വെച്ചിട്ട് ആ ഒരു ഫോട്ടോനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് ഏതാണെന്ന്. ഞാൻ ഈ ഒരു ആംഗിളിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു പാരൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ പേരൻറ്റ് കുട്ടിയുടെ നോക്കുന്നത് നേരെ താഴത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ നോക്കി ആ ഒരു ആംഗിൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു ബേബിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു നാച്ചുറാലിറ്റി ആ ഒരു ഫോട്ടോയിൽ ഫീൽ ചെയ്യും, ഒരു വ്യത്യസ്തത ആ ഫോട്ടോയിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആംഗിൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒത്തിരി ഫോട്ടോസിൽ കാണുന്നതായിരിക്കും. പക്ഷേ ചില ഫോട്ടോസിന് ഈ ഒരു ആംഗിൾ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഹൈ ആംഗിൾ വ്യൂ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നണം. ഈ ചെറുതായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് തോന്നണമെങ്കിൽ ഹൈ ആംഗിൾ വ്യൂ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന സബ്ജക്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പം നമ്മൾ യൂഷ്വലി
ഒരു സബ്ജക്റ്റ് ചെറുതായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് വരും. നെക്സ്റ്റ് ഒരു ആംഗിളാണ് ഫേസ് ടു ഫേസ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും നമ്മുടെ ഫേസ് ടു ഫേസിലായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന വഴി അപ്പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ഐ ടു ഐ കോൺടാക്റ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കോൺടാക്റ്റ് വരുന്ന രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഇത് കൂടുതലായിട്ടും പോർട്രേറ്റ്സ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുക. പോർട്രേറ്റ് എടുക്കുമ്പോൾ നമ്മൾ അടുത്ത് വെച്ചിട്ട് ഒരു നേരെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ അവിടെ എടുത്ത് കാണിക്കും. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ആംഗിൾ ഫോർ പോർട്രേറ്റ്സ്. പോർട്രേറ്റ്സ് എടുക്കാൻ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആംഗിളാണ് ഈ ഫേസ് ടു ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അടുത്തൊരു ആംഗിളാണ് ലോ ആംഗിൾ. ലോ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് സംഭവം? നമ്മൾ നേരത്തെ ഹൈ ആംഗിൾ പറഞ്ഞു ഒരു സബ്ജക്റ്റിനെ സ്മോളർ ആക്കി കാണിക്കായിരുന്നു. അപ്പോൾ ലോ ആംഗിൾ എന്തായിരിക്കും? ഒരു ചെറിയ സബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കണമെങ്കിൽ ലോ ആംഗിൾ, അതായത് താഴത്ത് നിന്നും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തു നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ലോ ആംഗിളിൽ അല്ലെങ്കിൽ ഹയർ ആക്കിയിട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പം അപ്പം എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫോട്ടോനെ അവർ ഹയർ ആക്കി കാണിച്ചിരിക്കുകയാണ്. അതായത് യൂഷ്വലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോനെ ഇത്രയും വലുതായിരിക്കില്ല ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ലോ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വലുതായിട്ട് തോന്നും. അടുത്തൊരു ആംഗിളാണ് ബഗ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒബ്ജക്റ്റിനോട് എത്രമാത്രം അടിയിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രമാത്രം ഒബ്ജക്റ്റിൻ്റെ ലോവറിലോട്ട് പോകാൻ പറ്റുമോ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതൊരു റയർ ആയിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ ഫോട്ടോസിന് കുറച്ചുകൂടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കാണാനും ഭംഗി തരുന്ന ഒരു ആംഗിളായിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ പറഞ്ഞ ആംഗിൾസിലൊക്കെ ഞാൻ എടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം ആംഗിൾസ് ഒരു ഫോട്ടോനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം അതൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്തുമാത്രം ഈ ഒരു ആംഗിൾസ് നമ്മുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മലയാളം യൂട്യൂബർ സൈനിങ് ഓഫ്.